യേശു വഴിയാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്യമാണ് എങ്കിലും അതിൻ്റെ അർത്ഥം, അതിൻ്റെ പൊരുൾ ഏത് തോതുവരെ മനസ്സിലാക്കുവാൻ ആളുകൾ കൂട്ടാക്കിയിട്ടുണ്ട് എന്നത് സംശയാസ്പദമാണ്. നാളിതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വിവക്ഷകളിൽ നിന്ന് അല്ലെങ്കിൽ വിശദീകരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ അർത്ഥശൂന്യമായ വിധത്തിലാണ് പൊതുവായി ധരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൾട്ടിക് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയും. യേശുവിൻ്റെ ആത്മീയ ദർശനത്തിനും കാഴ്ചപ്പാടിനും സംസ്കാരത്തിനും തുലവും വിപരീതമായി, വ്യത്യസ്തമായി മാത്രമല്ല വിപരീതമായി, തികച്ചും അർത്ഥശൂന്യമായ വിധത്തിലാണ് ഈ സുപ്രധാനമായ വെളിപ്പെടുത്തലിനെ ക്രിസ്തീയ സമൂഹത്തിൽ വ്യാപകമായി ധരിച്ചു വച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവനയെപ്പറ്റി ചില അടിസ്ഥാന വെളിപ്പെടുത്തലുകൾ നടത്തുക ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കടമയാണ് എന്ന് ഞാൻ ധരിക്കുവാനിടയായത്. അതുകൊണ്ട് തന്നെ ഈ ഒരേ ഒരു പ്രസ്താവന, അതായത് ഞാൻ തന്നെ വഴിയാകുന്നു എന്നതിനെപ്പറ്റി 3 വീഡിയോകളിൽ കൂടെ എന്താണ് യേശു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ ഏവരുടെയും സഹായത്തോടെയും ദൈവികമായ നടത്തിപ്പിൽ പരിപൂർണമായി ആശ്രയിച്ചും ഞാൻ ശ്രമിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ സഹകരണത്തിന് ആദ്യമേ നന്ദി രേഖപ്പെടുത്തും. ആദ്യമായി ഇപ്പോഴെങ്ങനെയാണ് ഇത് ധരിച്ചിരിക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവാണ് വഴി. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അപ്പം ദൈവത്തിലേക്കുള്ള വഴിയാണ് യേശു എന്നതാണ് നാം ധരിച്ചിരിക്കുന്നത്. അത് ശരിയുമാണ്. എന്നാൽ നമ്മുടെ ധാരണ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നാം യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? യേശുവാണ് ദൈവത്തിലേക്കുള്ള വഴി. എന്നാൽ ആ വഴി യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ ആ വഴിയെ നാം സഞ്ചരിക്കണം. ആ വഴിയെ സഞ്ചരിക്കണമെങ്കിൽ ആ വഴി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ യേശുവിനെ നാം ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ സങ്കല്പങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ചില ധാരണകൾ, അതിൻ്റെ ആകെത്തുകയാണ് യേശു എന്നാണ്. എന്നാൽ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കേണ്ട അത്യാവശ്യമെന്ന് വളരെയധികമാണ്. സാധാരണ സാക്ഷി പറയുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യം, ഞാൻ ഇന്ന ദിവസം എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു, അന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി എന്ന് പറയും. പക്ഷെ എന്താണ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്? അങ്ങനെ യേശുവിന് സ്വന്തം ഹൃദയം കൊടുത്താൽ അതുകൊണ്ട് സംഭവിക്കണം? ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ പഴയതും പുതിയതും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാണോ? അതിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? അത് നമുക്ക് അനുഭവമായിട്ടുണ്ടോ? നമുക്ക് അനുഭവമായതുകൊണ്ട് നമ്മളിൽ കൂടെ മറ്റാർക്കെങ്കിലും അനുഭവമായിട്ടുണ്ടോ? ഇതൊന്നും നാം ചോദിക്കാറില്ല, ചിന്തിക്കാറില്ല. അതുകൊണ്ടൊരു ശബ്ദം എന്ന നിലയിൽ, അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ ഒരു ശൃംഖല എന്ന നിലയിൽ, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു, ഞാൻ ക്രിസ്തുവിലാണ്, പിന്നെ മരിക്കുമ്പോഴും പറയും ഞാൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു.
മാമോദീസ ഏൽക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ചേരുന്നു, മരിക്കുമ്പോൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പോൾ ആ ഒരവസ്ഥയിൽ നാം ആകുന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റി സത്യസന്ധമായ ഒരു ധാരണയോ അറിയാനുള്ള താല്പര്യമോ നമ്മുടെ ഇടയിലില്ല എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഇതും ഇപ്രകാരമുള്ള മറ്റ് അനേക വെളിപ്പെടുത്തലുകളും ഒരു കൾട്ടിൻ്റെ രൂപത്തിലാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ആ ദുരവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനല്പമെങ്കിലും വ്യത്യാസം വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം തികച്ചും വ്യക്തമാണ്. യേശു തന്നെയാണ് വഴി എന്ന ആശയത്തെ ക്രിസ്തീയ സമൂഹത്തിൽ ഇപ്പോൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന വിധത്തിൽ വളരെ ഗണ്യമായ പരിമിതികളും അപാകതകളും അയോഗ്യതകളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഇനിയുള്ള ഞാനിതുപോലെ പശ്ചാത്തലം ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും വാക്കുകൾ പറഞ്ഞു. ഇനി നമുക്ക് ആദ്യമായി യേശു ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ മർമ്മം മാത്രമാണ് ഈ ഹ്രസ്വമായ വീഡിയോയിൽ ഞാൻ ഇനിയും പരിഗണിക്കാൻ പോകുന്നത്, വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ എനിക്ക് കൃത്യത പാലിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ അതിൽ ഇത് മനസ്സിലാക്കാനുള്ള നല്ല സൂചനയുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അവനോട് കൂടെ ആയിരിക്കാനും അവരെ അയക്കുന്നതിന് വേണ്ടിയാണ് യേശു അവരെ വിളിച്ചത്. അപ്പോൾ യേശു ശിഷ്യന്മാരെ ആകട്ടെ നമ്മെ ആരെയുമാകട്ടെ യേശുവിനെ കൈക്കൊള്ളുന്നു, യേശു വിശ്വസിക്കുന്നു, യേശുവിൽ അഭയം പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഏവരെയും തന്നിലേക്ക് ക്ഷണിക്കുന്നത് അയക്കുന്നതിന് വേണ്ടിയാണ്. അതാണല്ലോ വഴി. അപ്പോൾ യേശു നമ്മെ വിളിച്ച് അവൻ്റെ ചുറ്റും മാത്രം നിർത്താനാണെങ്കിൽ യേശു വഴിയാകുകയില്ല, യേശു ഒരു ക്ലബ്ബായിത്തീരും. നാം യേശു വഴിയാണെന്ന് പറയുകയും യേശുവിൻ്റെ പേരിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തികച്ചും സത്യസന്ധതയില്ലാത്ത ഒരവസ്ഥയിലാണ് എന്നത് തിരിച്ചറിയാൻ വലിയ പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അതല്പം ചിന്തിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ചിന്തിക്കാത്തത് കൊണ്ട് നാം എല്ലാവരും ആ വഴിയിൽ ആണ്, യേശുവാണ് നമ്മുടെ വഴി എന്നൊക്കെ ധരിച്ച് ഇങ്ങനെ പോകുന്നു. അത് സംബന്ധമായ അനുഭവം ഒന്നും തന്നെ ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് വഴി എന്നത് ക്രിയാത്മകമായ ഒരു സങ്കല്പമാണ്. ഇറ്റ്സ് എ ഡൈനാമിക് പ്രിൻസിപ്പിൾ, ക്രിയാത്മകമായ തത്വമാണ്. വഴിയാണെങ്കിൽ അതിൽ കൂടെ സഞ്ചരിക്കണം. വഴി താമസിക്കാനുള്ള ഇടമല്ല, കിടന്നുറങ്ങാനുള്ള ഇടമല്ല, ഇരുന്ന് ഈച്ചയടിക്കാനുള്ള ഇടവുമല്ല. അത് നിരന്തരമായി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് യേശു എന്ന വഴി, ആ വഴി നമുക്ക് സ്വീകാര്യമാണെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന നിർജീവമായ അവസ്ഥയിൽ നിന്ന്, നിഷ്ക്രിയമായ അവസ്ഥയിൽ നിന്ന് ക്രിയാത്മകമായ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ട, അല്ലെങ്കിൽ രൂപാന്തരപ്പെടേണ്ട, നമ്മുടെ അവസ്ഥയിൽ ഗണ്യമായ മാറ്റം വരേണ്ട ഒരു നിർബന്ധം ഈ വെളിപ്പെടുത്തലിൽ ഉണ്ട്. നമുക്ക് സുവിശേഷങ്ങൾ പരിചയമുള്ളത് കൊണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ പരിശോധിക്കാൻ പ്രയാസമില്ലല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷവാത രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. മറ്റേ പലയിടത്തും കൊണ്ടുപോയി
പലരും അവനെ പരിഗണിച്ചതാണ്, ചികിത്സിച്ചതാണ്. എന്നാൽ യേശുവിന് മാത്രം അവനെ സഹായിക്കാൻ കഴിയുന്നു. കാരണം എന്താണ്? അവൻ്റെ പ്രശ്നം അവൻ നിഷ്ക്രിയതയുടെ ആ പൊട്ടക്കിണറ്റിലായിപ്പോയവനാണ്. അതാണ് പക്ഷപാത രോഗി എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ വയ്യാതെ കട്ടിൽ ഇങ്ങനെ കിടക്കുക, ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. അവനെ ആരുടെ അടുത്താണ് കൊണ്ടുവരുന്നത്? വഴിയായവൻ്റെ അടുത്ത്. കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ആക്കുവാൻ വന്നവൻ്റെ അടുത്ത്. യഥാസ്ഥാനത്താക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കുക. അതിൻ്റെ അർത്ഥം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമുക്ക് വിഹിതമല്ല. നാം ആയിരിക്കേണ്ട അവസ്ഥ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് അപകടം മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മുടെ സാധ്യതകളെ കുഴിച്ചിട്ടിരിക്കുന്ന ശവക്കുഴിയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശവക്കുഴിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിക്കുക. നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ അധഃപതനത്തിൻ്റെ, അല്ലെങ്കിൽ ഫലരാഹിത്യത്തിൻ്റെ, അല്ലെങ്കിൽ അരിഷ്ടതയുടെ, അല്ലെങ്കിൽ അപകർഷതാബോധത്തിൻ്റെ മൂലകാരണം എന്താണ്? നാം നിഷ്ക്രിയമാണ്. നാം ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നെങ്കിലും അത് സംബന്ധമായ ഒന്നും നാം ചെയ്യുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നമ്മുടെ ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയമായ അനുഭവങ്ങൾ എന്താണ്? ഞായറാഴ്ച ആഴ്ചവട്ടത്തിലൊരു ദിവസം, ആഴ്ചയിലൊരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ബാക്കി ഒന്നും, ഞായറാഴ്ച പള്ളിയിൽ പോയി ആരാധനയിൽ കൂടുന്നു, അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ നാം എന്തൊക്കെ ചെയ്യുന്നുവെന്ന് നിങ്ങൾ സ്വയം പരിശോധന നടത്തിയാൽ മനസ്സിലാകും. ശൂന്യമാണ്, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാം ആദ്യമേ തിരിച്ചറിയേണ്ടത് നമ്മുടെ അവസ്ഥ ആത്മീയമായി നോക്കുമ്പോൾ നിഷ്ക്രിയതയുടെ അവസ്ഥയാണ്. അപ്പോൾ നാം ഈ പക്ഷപാത രോഗിയുടെ അവസ്ഥയിലാണ്. ആത്മീയമായി നോക്കുമ്പോൾ നാം ഈ പക്ഷപാത രോഗിക്ക് സമമാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെയുള്ളൊരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. യേശു ആരാണ്? അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ നിരന്തരം അന്വേഷിക്കുന്ന കർമ്മോത്സുകമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതാണ് മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡം. അതല്ലാത്തതൊക്കെ മരണത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ യേശു എന്ന മാർഗം നിഷ്ക്രിയതയുടെ അവസ്ഥ, മനുഷ്യൻ്റെ അധഃപതനത്തിന് കാരണമായ നിഷ്ക്രിയതയുടെ അവസ്ഥയിൽ നിന്ന് ആത്മീകമായ ക്രിയാത്മകതയിലേക്ക്, മനുഷ്യത്വത്തിൻ്റെ ഊർജവും വെളിച്ചവും ഉൾക്കൊള്ളുന്ന മർമ്മമായ ആ ക്രിയാത്മകതയിലേക്ക് മനുഷ്യനെ ആനയിക്കുന്ന വഴിയാണ് യേശു. ആ ഒരവസ്ഥയിലേക്ക് മാറ്റം വരാതെ, ഞാനെൻ്റെ ഹൃദയം കർത്താവിന് കൊണ്ട് കർക്കിടക മാസം 17-ാം തീയതി കൊടുത്തു എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. തികച്ചും അർത്ഥശൂന്യമായ ജൽപ്പനം മാത്രമാണ്. ഇതിനെ സാക്ഷ്യമെന്ന് പറയരുത്, ഇത് കള്ളസാക്ഷ്യമാണ്, ഇതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ഇതിനകത്തെ സത്യം. അപ്പം അതുകൊണ്ട് യേശു തന്നെ താൻ വഴിയാണ് എന്ന് പറയുമ്പോൾ, നാം യേശുവിൽ ആകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അയക്കപ്പെടുക എന്നതാണ്. അത് സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ അല്പം ഒന്ന് ചിന്തിച്ചാൽ പിന്നെ ലവലേശം സംശയം അവശേഷിക്കാതെ ഈ ഒരു അടിസ്ഥാന ആത്മീയമായ യാഥാർത്ഥ്യം വെളിപ്പെട്ട് വരുന്നതാണ്. മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇനിയും എന്തുകൊണ്ടാണ് അയക്കപ്പെടേണ്ടത്? എന്തുകൊണ്ടാണ് അയക്കപ്പെടേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് മാസം 21-ാം തീയതിയാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും കൊച്ചിയിലായിരുന്നു. ഞാനവിടെ പോയത് എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന, വളരെയധികം വിലമതിക്കുന്ന എൻ്റെ ഒരു ബന്ധു അല്പം ആരോഗ്യപരമായ പ്രശ്നമുണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ സ്നേഹ അനുഭവം ഒന്ന് പുതുക്കുന്നതിനും ഈ ഒരവസ്ഥയിൽ ഞാൻ കൂടെ ഉണ്ട് എന്ന് വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും കൂടെ ഒന്ന് സൂചിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പോയത് എന്നൊന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്രകാരം ഒന്ന് വിശദീകരിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ അയക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഞാൻ പോകണം എന്നെൻ്റെ ഉള്ളെന്നെ നന്നായി പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അപ്പം ഞാൻ അവിടെ പോയി അതിൽ സഹകരിച്ചതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി എൻ്റെ ഉള്ളിൽ വലിയ വ്യക്തതയും, അവിടെ സംശയമോ അങ്ങനെ തന്നെ ആയിരുന്നു, അവിടെ എന്താണ് നടന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ദൃക്സാക്ഷിയായി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ അവിടെ നടന്നത് കൃത്യമായി എനിക്കറിയാം. 1, 2 ആ അനുഭവം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് കണ്ണുമടച്ചുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് നടന്നത്, സാധാരണ ഒരു ആരോഗ്യപരമായ ആവശ്യമുള്ള ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കാവുന്നത് എന്നൊക്കെ എനിക്കറിയാം എന്ന് അതനുസരിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നാൽ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തട്ടുമെങ്കിലും അതും അവിടെ പോയി അതിൽ പങ്കെടുത്ത് വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ അതിനെ മനസ്സിലാക്കുന്ന വിധവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഇരുന്ന് എൻ്റെ കസേരയിലിരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് അതിനെപ്പറ്റി എത്ര ആർദ്രതയോടുകൂടെ ചിന്തിച്ചാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് അതുകൊണ്ട് യാതൊരു ആശ്വാസമോ സന്തോഷമോ ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിനത് അനുഭവമായി തീരുകയില്ല. എനിക്ക് വേണമെങ്കിൽ ജനങ്ങളെ കളിപ്പിക്കുന്നതിന് വേണ്ടി പറയാം, ഞാനിത് അദ്ദേഹത്തോടുള്ള കരുതലിൽ എൻ്റെ കസേരയിലിരുന്ന് ഞെരുങ്ങുന്നു, ഇരുന്ന് വിലപിക്കുന്നു എന്നൊക്കെ വേണേൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത് അയക്കപ്പെടുന്ന അവസ്ഥയും ചുമ്മാ അവിടുത്തെ വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ദോഷം അയക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആരും ആയിത്തീരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മുഖ്യ കാരണം അയക്കപ്പെടുന്നതിനെ നാം തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്, നമ്മെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിലേക്ക് അയക്കപ്പെടുക എന്നതിനപ്പുറത്തൊരു അയക്കപ്പെടലില്ല. അത് പുരോഹിതവർഗം എക്കാലത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വികൃതിയാണിത്. അതുകൊണ്ടാണ് നലേശമരക്കാരൻ്റെ ഉപമയിൽ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയെ കള്ളന്മാർ ആക്രമിച്ച് മൃതപ്രായനായി വിട്ടേച്ച് പോയപ്പോൾ അതിലെ ഒരു പുരോഹിതൻ വന്നപ്പോൾ അവിടെ മുറിവേറ്റ് കിടന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുവാൻ അല്ലെങ്കിൽ സഹായം ചെയ്യുവാൻ കൂട്ടാക്കാതെ മുഖം തിരിച്ച് പുരോഹിതൻ നടന്നു പോയത്. കാരണം ഈ അയക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ പുരോഹിത വർഗത്തിന് പൊതുവെ സാധ്യമല്ല. ചില എക്സെപ്ഷൻസ് കാണില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പുരോഹിത വർഗത്തിൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടും പരിശീലനവും താല്പര്യവും ചുമതലബോധവും ആസ്പദമാക്കി സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ കീഴിൽ പരിശീലിപ്പിക്കപ്പെടുന്നൊരു വിശ്വാസ സമൂഹം ഒരിക്കലും അയക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ കർമ്മോത്സുകത അല്ലെങ്കിൽ ക്രിയാത്മകത പ്രാപിപ്പാനോ അനുഭവിപ്പാനോ പാലിക്കുവാനോ കഴിവുള്ളവരാകുകയില്ല അതിൻ്റെ പരമാർത്ഥമാണ്. അതുകൊണ്ട് യേശു എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും കാതലായ മർമ്മമായ കടന്നു ചെന്ന് അന്വേഷിച്ച് ചെന്ന് മനുഷ്യരുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് അത് സത്യസന്ധമായി മനസ്സിലാക്കി അതിലവർക്ക് ആശ്വാസവും വിടുതലും ലഭിക്കത്തക്കവണ്ണം സഹകരിച്ചിടപെട്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് പകരം ദൂരെ മാറിയെന്ന് കണ്ണുമടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് ഒരു വലിയ വ്യത്യാസമാണ്. ഇത് യേശുവിൻ്റെ വഴിയല്ല. നമ്മുടെ ആത്മീയ
കടമകളെ, ആത്മീക ജീവിതത്തെ, ആത്മീയതയുടെ കർമ്മോത്സുകതയെ, പ്രവർത്തനത്തിൻ്റെ കർത്തവ്യങ്ങളെയും ഊർജ്ജസ്വലതകളെയും ഞായറാഴ്ച തോറുമുള്ള യാന്ത്രികമായ അനുഭവത്തിൽ ഒതുക്കി നിർത്തുന്നത് യേശു എന്ന വഴി, യേശു വഴിയാകുന്നു എന്ന മർമ്മത്തിൻ്റെ 100% നിരാകാരമാണ്. ഇത് എത്ര ആവർത്തിച്ചാലും മതിയാകാത്ത അത്രമാത്രം അടിസ്ഥാനപരമായ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരിച്ചറിവാണ്. ദയവായി 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 നിങ്ങൾ തന്നെ ശ്രമിച്ച കൂടുതലായി ഈ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ ഏവരോടും കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശു വഴിയാണ് എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ, അർത്ഥവത്തായി വിശ്വസിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, വഴിയായവൻ വിളിച്ചാൽ അതിൻ്റെ ഫലം നാം അയക്കപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുമെന്നതാണ്. അത് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. കടന്നു ചെല്ലുക. നമുക്കറിയാം ലോകത്തിൻ്റെ മർമ്മം എന്താണ്. വലിയ വലിയ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകുക, പോയി അഭയയാചന കഴിക്കുക, തെണ്ടുക, കാല് പിടിക്കുക എന്നൊക്കെയാണ്. നമുക്കറിയാം ചില ആളുകളെ ഒന്ന് കാണാനായിട്ട് മുഖതാവിൽ നമ്മുടെ ആശയമോ സങ്കടമോ ഉണർത്തിക്കാനായിട്ട് ഒരു അവസരം കിട്ടുക തന്നെ നമുക്ക് വലിയ പ്രയാസമാണ്. അങ്ങനെ ദുർലഭമായ അവസരം കിട്ടുമ്പോൾ നമുക്ക് അവരോട് വലിയ ബഹുമാനമാണ്. നമുക്ക് ദൈവത്തോട് ബഹുമാനമോ വിധേയത്വം ഇല്ലാത്തതിൻ്റെ കാര്യം നമുക്ക് ഏത് സമയത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാവുന്നതാണ്. ഇപ്പം ദൈവം ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നാം ദൈവത്തെ വിലമതിക്കുമായിരുന്നു. നമുക്ക് ദൈവത്തോട് യാതൊരു വിലയുമില്ലാത്തതിൻ്റെ കാര്യം ഏത് സമയത്തും നമുക്ക് ദൈവത്തെ സമീപിക്കാം, എന്തും പറയാം, ഏത് അഹങ്കാരവും കാണിക്കാം, ഏത് അപമാനവും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാം, ഏത് കള്ളത്തരവും ദൈവത്തിൻ്റെ പേരിൽ എന്നതുകൊണ്ട് തന്നെയാണ്. അത് നമുക്ക് മറ്റാരോടും കാണിക്കാനൊക്കത്തില്ല. അപ്പോൾ അയക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുക. എന്നാൽ ലോകത്തിൻ്റെ മർമ്മം നേരെ മറിച്ചാണ്. എൻ്റെ അടുത്തേക്ക് എല്ലാവരും വരണം. ഇപ്പം നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി. ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കും. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? നാളിതുവരെ ഏതാണ്ട് 126 വർഷം എല്ലാവരും കോളേജിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, എങ്ങനെ കോളേജ് സമൂഹത്തിലേക്ക് ഒഴുകിച്ചെന്നെത്താൻ കഴിയും? അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലെ പൗരന്മാർക്ക് വേണ്ടി ഒരു കോഴ്സ് ആരംഭിച്ചു. ആർക്കും കോളേജിൽ വന്ന് പഠിക്കാം, ₹1 ഫീസ് കൊടുക്കണ്ട. ആ കോഴ്സിൻ്റെ പേര് സിറ്റിസൺഷിപ്പ് എൻറിച്ച്മെൻറ്റ് കോഴ്സ് എന്നാണ്. അത് വളരെ അർത്ഥവത്തായ ഒരനുഭവമായിട്ട് എനിക്കത് തോന്നി. കാരണം ഒരു ക്രിസ്തീയ സ്ഥാപനം എന്നത് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ വ്യത്യാസം വരുന്നത് അത് സമൂഹത്തിലേക്ക് ഒഴുകിച്ചെന്ന് അവിടെ ജീവൻ പുതുക്കുന്ന, സംസ്കാരത്തെ കൂടുതൽ ആരോഗ്യപരമാക്കുന്ന, നിലവിലുള്ള സന്മാർഗ ബോധത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന ഒരു ഇടപെടലിൻ്റെ ഉപാധിയായി തീരണം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെ ചിത്രീകരിക്കുന്നത് അത് തന്നെയാണ് ഞാനീ പറയുന്നത്. അത് ദേവാലയത്തിൻ്റെ പരിസരത്തിൽ നിന്ന് അങ്ങ് സമൂഹത്തിലേക്ക് ഒഴുകിപ്പോവുകയാണ്. അതാണ് ആത്മീയത. അതാണ് അയക്കപ്പെടുക അയക്കപ്പെടുക എന്ന അവസ്ഥയുടെ പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആവിഷ്കാരമാണ് അവിടെ നാം കാണുന്നത്. അപ്പോൾ അയക്കപ്പെടുന്ന അവസ്ഥ, അപ്രകാരം പിതാവ് അയച്ചിട്ടാണ് താൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് യേശു പറയുന്നു. അങ്ങനെ അയക്കപ്പെടുമ്പോൾ, ഇനി അതുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്, അത് യഥാർത്ഥത്തിൽ ആത്മീയമായ അർത്ഥവത്താകണമെങ്കിൽ അതിൽ എപ്പോഴും പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്. അത് വളരെ മനോഹരമായി, വളരെ ലളിതമായി യേശു സൂചിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ആ അവസ്ഥയിൽ മാത്രമേ അയക്കപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. ആ അവസ്ഥയില്ലാതെ നമുക്ക് യാത്രയാകാം, സ്വന്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാം.
അപ്പോൾ യേശുവിൻ്റെ പരീക്ഷകളിൽ രണ്ടാമത്തേത്, സാത്താൻ യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞു. അപ്പം ദേവാലയത്തിൻ്റെ മുകളിൽ പോയത് ദൈവം അയച്ചിട്ടല്ല, സാത്താൻ കൊണ്ടുപോയതാണ്. അപ്പോൾ പോയത് കൊണ്ടൊന്നും ആയില്ല. ആര് കൊണ്ടുപോയി, ആര് നിന്നെ അയച്ചു എന്നതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെടുന്ന അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത്. യേശു എന്നതോ ദൈവത്താൽ അയക്കപ്പെടും. നാം എവിടെ പോയാലും, ഏതവസ്ഥയിലേക്ക് പ്രവേശിച്ചാലും, ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും, ഏത് പ്രവർത്തന മേഖലയിൽ ചെന്ന് പറ്റിയാലും അവിടെയൊക്കെയും യഥാർത്ഥത്തിൽ ദൈവം നമ്മെ അയച്ചതാണ് എന്ന ബോധ്യമുണ്ടാകണമെങ്കിൽ എന്ത് ആകണം എന്ന് യേശു പറയുന്നു? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അപ്പോൾ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ കാലാകാലങ്ങളിൽ പൊന്തി വരുന്ന ഇന്ന ചുമതല നിർവഹിക്കണം, ഇന്ന ഇടത്ത് പോകണം, ഇന്ന സാഹചര്യത്തോട് പ്രതികരിക്കണം, ഇന്ന നിലപാട് സ്വീകരിക്കണം എന്ന ഈ നിരന്തരമായ പ്രേരണകൾ, അതിൻ്റെ പേരാണ് വഴി. അതാണ് യേശുവാകുന്ന വഴി. ആ വഴിയിൽ കൂടെ മാത്രമേ ദൈവത്തിലേക്ക് പോകാൻ സാധ്യത. അത് യേശു എന്നൊരു വ്യക്തിയെ പറ്റിയല്ല പറയുന്നത്. ഈ ഒരവസ്ഥ, അതായത് ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും ദൈവവും ഒന്നാകുന്നു. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിശ്ചയമായും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നും, എവിടെയെങ്കിലും ഇടപെട്ടാൽ അത് ഇപ്രകാരമായിരിക്കണമെന്നും, നിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണമെന്നും, ഏത് അച്ചടക്കത്തിൽ ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള കൃത്യമായ പ്രേരണകൾ, നടത്തിപ്പ് നിനക്ക് ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് അല്പം പോലും വ്യത്യാസം വരുത്താതെ ആദ്യവസാനം പ്രവർത്തിക്കുകയും ഏറ്റെടുത്തിരിക്കുന്ന ആത്മീയമായ കടമകൾ നിർവഹിക്കുകയും ചെയ്ത് യേശു ക്രൂശിൽ പറഞ്ഞതുപോലെ എല്ലാം നിവൃത്തിയായി എന്ന അവസ്ഥ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുന്നതിനെയാണ് വഴി എന്ന ആശയം യേശു അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് മാത്രമാണ് വഴി, അതൊരു സംശയമില്ല. അത് ക്രിസ്ത്യാനിയുടെ മാത്രം വഴിയല്ല. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത്. ലോകത്തിൽ ആർക്കും പ്രാപിക്കാൻ അവകാശമുള്ളതും എല്ലാവർക്കും പ്രാപിക്കാൻ ആവശ്യമുള്ളതുമായ ഒരച്ചടക്കമാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയാണ്. എന്താണ് ആ വഴി? ഞാനും പിതാവും ഒന്നാണ്, അതിപ്പം ഞാനും ദൈവവും ഒന്നാണ് എന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്ത്യാനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ദൈവം ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്താണോ? അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ച, എല്ലാവരുടെയും പിതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന, പിതാവിനെ പോലെ എല്ലാവരെയും കരുതുന്നൊരു ദൈവം, ആ ദൈവത്തെ നമ്മൾ സങ്കുചിതമായ മനസ്സുകൊണ്ട് വികൃതമാക്കി കളഞ്ഞു. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യേശു പിതാവായ ദൈവത്തിൻ്റെ സാർവലൗകികമായ കരുണയും സ്നേഹവും കരുതലും വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു താൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചു. ശമര്യക്കാരുടെ നാട്ടിൽ പോകുന്നു, സ്ത്രീക്ക് വിടുതൽ നൽകുന്നു, കന്യാന്യസ്ത്രീയുടെ മകൾക്ക് വിടുതൽ നൽകുന്നു, റോമൻ ശതാധിപൻ്റെ വേലക്കാരന് പോലും ആശ്വാസം നൽകുന്നു. അങ്ങനെ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ ഒരു യഹൂദന് സാധ്യമല്ല. കാരണം അവൻ്റെ ചിന്ത സങ്കുചിതമാണ്. യഹോവ അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, സ്വകാര്യ സ്വത്താണെന്ന് വിചാരിച്ചുകൊണ്ട് അവന് പറ്റിയ അമളിയാണിത്. അതേ അമളി നാം പകർത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീരുകൾ സത്യസന്ധമായി മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിന്ന് ഇല്ല തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതുവരെ പരിഗണിച്ചത്, യേശു തന്നെ വഴി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘടകമായ അയക്കപ്പെടുക. നാം യഥാർത്ഥത്തിൽ യേശുവിലാകുന്നുവെങ്കിൽ നാം അയക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീരും. ആ അയക്കപ്പെടുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ആത്മീകമായി ആധികാരികതയുള്ളതാകണമെങ്കിൽ യേശു പ്രകാരം ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുക മാത്രമല്ല, അതനുസരിച്ച് പിതാവിൻ്റെ ഹിതം നിർവഹിപ്പാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചുവോ അപ്രകാരം തന്നെ അച്ചടക്കത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും അവസാനം വരെയും ലക്ഷ്യബോധത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് വഴി എന്നുള്ളത്. ഇതാണ് വഴി, മറ്റൊരു വഴിയില്ല. ഇനി അടുത്ത വീഡിയോയിൽ
ഈ വെളിപ്പെടുത്തലിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം ഏവരുമായി പങ്കിടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദയവായി ഏറ്റവും കാതലായ ആത്മീയ വെളിപ്പെടുത്തൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ, ഈ ഒരു വാക്യത്തെ ഞാൻ പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ തുറന്ന മനസ്സോടെ പ്രാർത്ഥനയോടെ അന്വേഷിച്ച് ഇതിൻ്റെ ആത്മീയമായ തലങ്ങൾ കൂടുതൽ വ്യക്തതയോടും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കൂട്ടാക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.